2026 ജെഇ അഡ്വാൻസ്ഡ് എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. ജോസ് അലോട്ട്മെൻറ്റ് പ്രൊസീജിയർ ഉടനെ ആരംഭിക്കുകയാണ്. വിദ്യാർത്ഥികൾക്കെല്ലാം ഒരു ടെൻഷൻ അടിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ്, സമയത്തിലേക്കാണ് കടക്കുന്നത്. ഏതൊക്കെ കോളേജുകൾക്ക് പ്രാധാന്യം കൊടുക്കണം, ഏതൊക്കെ IIT-കളാണ്, ഏതൊക്കെ NIT ആണ്, അതോ IIIT-കൾക്കാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്, എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ റെഡിയാക്കി വെക്കണം, ഏതായിരിക്കണം അതിൻ്റെ ഒരു ഓർഡർ. ജോസ് അലോട്ട്മെൻറ്റിന് മുൻപായി വിദ്യാർത്ഥികളും മാതാപിതാക്കളും അറിയേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. സോ ഇത്രയും ഡീറ്റെയിൽസ് വിദ്യാർത്ഥികളിലേക്കും മാതാപിതാക്കളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. ജോബി സാർ, സ്നേഹപൂർവ്വം സ്വാഗതം. സാർ, ആദ്യമേ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ജോസ അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിന് മുമ്പായി ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു മാതാപിതാക്കൾ എന്തൊക്കെ കാര്യങ്ങളാണ് മുൻകൂട്ടി തയ്യാറാക്കി പ്ലാൻ ചെയ്ത് വെക്കേണ്ടത്? ജോസ് അലോട്ട്മെൻറ്റ് പ്രത്യേകത, ജെഇ അഡ്വാൻസ് റിസൾട്ട് വന്ന് പിറ്റേ ദിവസം തന്നെ അല്ലെങ്കിൽ അന്ന് വൈകിട്ട് തന്നെ അലോട്ട്മെൻറ്റ് പ്രൊസീജിയർ ആരംഭിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നത്, ഇവിടെ പല പരീക്ഷകൾ എഴുതിയ കുട്ടികളാണ്. ഓക്കെ. ജെഇ മെയിൻ പേപ്പർ 1 മാത്രം എഴുതിയവർ കാണും, പേപ്പർ 1ഉം പേപ്പർ 2 എ എഴുതിയവർ കാണും, ഓക്കെ. പേപ്പർ 1ഉം പേപ്പർ 2 എയും പേപ്പർ 2 ബിയും എഴുതിയവർ കാണും. ഓക്കെ. ഇതിൻ്റെ കൂടെ ജെഇ അഡ്വാൻസ്ഡ് എഴുതിയവർ കാണും. അപ്പോൾ 4 പരീക്ഷ എഴുതിയവരുണ്ടാകാം, 3 ആകാം, 2 ആകാം, 1 ആകാം. ഓക്കെ. അതുപോലെ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഓക്കെ. നമുക്ക് പ്രോഗ്രാംസും വരുന്നുണ്ട്. IITs, NITs, IIITs, GFTs, പിന്നെ അതുകൂടെ ആർക്കിടെക്ചർ വേണമെങ്കിൽ അങ്ങനെ, ഓക്കെ, ബി പ്ലാനിങ് വേണമെങ്കിൽ അങ്ങനെ. പിന്നെ ജെഇ അഡ്വാൻസ്ഡ് എഴുതുന്ന ഒരാളെ സംബന്ധിച്ച് ഇതെല്ലാം അവൈലബിൾ ആണ്. ഓക്കെ. എല്ലാ കോഴ്സും എല്ലാ IITയും IIIT എല്ലാം അവൈലബിൾ ആണ്. അങ്ങനെ വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നേരത്തെ ചെയ്തു വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇപ്പോൾ ചെയ്യാവുന്നത് പ്രത്യേകിച്ച് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സർട്ടിഫിക്കറ്റ്സ് നമുക്ക് ആ സമയത്ത് ഓൺലൈനായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഓക്കെ. അതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടായിരിക്കുക. ഓക്കെ. താമസിയാതെ തന്നെ ബിസിനസ് റൂൾസ് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ അതിനകത്ത് അതിൻ്റെ ഫോമാറ്റ് ഉണ്ടാവും. ഫോമാറ്റ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ആവും, പ്രത്യേകിച്ച് മാറേണ്ട സാഹചര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഓക്കെ. അപ്പോൾ അതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടാകുക. രണ്ടാമത്, ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്നാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് കിട്ടാവുന്ന ഒരു റാങ്കിനെ സംബന്ധിച്ച് ഒരു പക്ഷേ കുട്ടികൾക്ക് ഇപ്പോൾ ഒരു ക്ലാരിറ്റി ഉണ്ടാവണം എന്നില്ല. എങ്കിലും പലർക്കും ഏകദേശം മാർക്കൊക്കെ വെച്ച് ഇപ്പോൾ ഏത് റാങ്കിലേക്കൊക്കെ വരാം എന്നതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ ഒരു റേഞ്ച് ഏകദേശം അറിയാം. ഓക്കെ. അപ്പോൾ അതിനനുസരിച്ച് ഏത് കോളേജാണ്, അതുപോലെ തന്നെ ഏത് ബ്രാഞ്ചാണ്. ഈ ഗ്രൂപ്പ് ഒരുപാട് വലിയൊരു ഗ്രൂപ്പാണ്. 23 IIT, 31 NIT, അതുപോലെ 26 IIIT, IIEST ഉണ്ട്, 46 GFTAകൾ. അപ്പോൾ ഇത്രയും ഗ്രൂപ്പുകൾ, അതിനകത്ത് ഒരുപാട് ബ്രാഞ്ചസും വരുന്നുണ്ട്. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ഈ ചോയ്സ് ഫില്ലിംഗ് ആണ് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ സർട്ടിഫിക്കറ്റ്സിലേക്ക് വരുമ്പോൾ ആദ്യം വേണ്ടത് നമ്മുടെ ക്ലാസ് 10 സർട്ടിഫിക്കറ്റ് ആണ്. കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയാനുള്ള മാർഗമാണത്. പിന്നെ ക്ലാസ് 12 സർട്ടിഫിക്കറ്റിൽ നിന്നാണ് 1-2 കാര്യങ്ങൾ അറിയാൻ പറ്റും. ഒന്ന്, നമ്മുടെ NITയെ സംബന്ധിച്ച് ഹോം സ്റ്റേറ്റ്. അപ്പോൾ ഹോം സ്റ്റേറ്റ് ഏതാണെന്ന് അറിയാനൊരു മാർഗ്ഗമാണ്. രണ്ടാമത്, നമുക്കറിയാം 75% മാർക്ക് അഗ്രിഗേറ്റ് നമ്മുടെ PCM-ന് ഉണ്ടാവണം. അപ്പോൾ അതൊക്കെ അറിയാനുള്ളൊരു മാർഗ്ഗമാണ്. അപ്പോൾ ഇത് രണ്ടും മസ്റ്റാണ്. പിന്നെ ജെഇ മെയിൻ്റെ അഡ്മിറ്റ് കാർഡ് അത് ഉണ്ടാവണം, അതും ബുദ്ധിമുട്ടില്ല. പിന്നെ കാറ്റഗറികളെ സംബന്ധിച്ച് EWS റിസർവേഷൻ ഉള്ളവർ, അവർ കഴിഞ്ഞ ഒരു വർഷത്തിന്, അതായത് നമ്മളിപ്പോൾ ജൂലൈ ആ ഒരു സമയത്ത് ജോസ നടക്കുന്നതുകൊണ്ട് അതിനുശേഷം, അത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിന് ശേഷം എടുത്ത സർട്ടിഫിക്കറ്റ്, കാറ്റഗറി സർട്ടിഫിക്കറ്റ് മതിയാവും. EWSഉം അതുപോലെ തന്നെ OBC NCL. അതിനുശേഷം എടുത്തവരെ സംബന്ധിച്ച് അവരിനി പുതിയതിന് വേണ്ടി പോകേണ്ട കാര്യമില്ല. ആ ഡേറ്റ് കൃത്യമായിട്ട് ബിസിനസ് റൂൾസിനകത്ത് പറയുകയും ചെയ്യും എന്ന് വരെയുള്ളത് അത് അക്സെപ്റ്റബിൾ ആണെന്നുള്ളത്. ഇനി അത് എടുത്തിട്ടില്ലാത്തവരെ സംബന്ധിച്ച് ഈ സാമ്പത്തിക വർഷത്തെ പുതിയൊരു സർട്ടിഫിക്കറ്റ് അവർക്ക് തയ്യാറാക്കാവുന്നതാണ്. അത് തഹസീൽദാരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് വേണമെന്നാൽ. പിന്നെ വേണ്ടത് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫോമാറ്റ് ഉണ്ട്. അത് ഒരു ഗവൺമെൻറ്റോ പ്രൈവറ്റോ ഏതെങ്കിലും ഒരു രജിസ്ട്രേഡ് മെഡിക്കൽ പ്രാക്ടീഷണർ എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ്, അതാണ് വേണ്ട. മറ്റൊന്ന്, പിന്നെ ഒരു ബാങ്കിൻ്റെ പാസ്ബുക്കിൻ്റെ കോപ്പിയോ അല്ലെങ്കിൽ ബ്ലാങ്ക് ചെക്ക് ക്ലോസ് ചെയ്തോ, അത് നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് എക്സിറ്റ് ആവുകയൊക്കെ, ഫീസ് അടച്ചതിന് ശേഷം എക്സിറ്റ് ആവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീഫണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പർപ്പസാണ്. അത് കുട്ടിയുടെയോ പേരൻറ്റിൻ്റെയോ ജോയിൻ്റോ എന്തുവാകാം. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട സർട്ടിഫിക്കറ്റ്. കാസ്റ്റ് SC/ST ഒക്കെയാണ്, അവർ അതിൻ്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റൊക്കെ തയ്യാറാക്കണം. അപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട സർട്ടിഫിക്കറ്റ്സ് ഇത്രയുമാണ്. പിന്നെ OCI PI ഒക്കെ ഉള്ളവർ അവരുടെ അങ്ങനെ ഓരോ സ്പെഷ്യൽ കാറ്റഗറി PWD ഉണ്ടെങ്കിൽ അതിൻ്റെ അവരത് തയ്യാറാക്കേണ്ടതായിട്ട് വരും.
ഇത്തരം സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഒന്ന് റെഡിയാക്കി അതിൻ്റെ PDF ഫോമാറ്റിൽ തയ്യാറാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് അത് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. സാർ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ എനിക്കൊരു റാങ്ക് ഉണ്ട്, അത് JEE ആയിക്കോട്ടെ, JEE അഡ്വാൻസ്ഡ് ആയിക്കോട്ടെ, എനിക്കൊരു റാങ്ക് ഉണ്ട്, പക്ഷേ എനിക്ക് ആഗ്രഹമുള്ളൊരു കോളേജും ഉണ്ട്, പക്ഷേ എനിക്ക് ആഗ്രഹമുള്ളൊരു കോഴ്സും ഉണ്ട്. ഞാൻ ആദ്യം ആർക്ക് പ്രയോറിറ്റി കൊടുക്കണം? ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണോ പ്രാധാന്യം, അതോ ഒരു സ്പെസിഫിക് BTech പ്രോഗ്രാമിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്? നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷന് പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടാണ് വരുന്നത്. കാരണം ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള പ്രോഗ്രാമുകളാണ് ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊമോട്ട് ചെയ്യുന്നത്. അങ്ങനെ ആയിട്ടേ കാര്യമുള്ളൂ. ഒരു കോർ പ്ലസ് അഡീഷണലായിട്ടുണ്ടാകുന്ന അതിനോട് ചേർന്ന് വരുന്ന മൈനറായിട്ടോ അല്ലെങ്കിൽ അല്ലാതെയൊക്കെ കോളേജുകളിൽ കിട്ടുന്ന എലക്റ്റീവ്സോ അങ്ങനെയൊക്കെ ഒന്ന് പഠിച്ച് വരുന്ന കുട്ടികൾക്കാണ് ഇപ്പോൾ കൂടുതലായിട്ട് സാധ്യത ഉണ്ടാകുന്നത്. അപ്പോൾ ഇൻ്റർ ഡിസിപ്ലിനറി ഒരു സ്റ്റഡിയാണ് കോളേജുകളിൽ നടക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷന് ബ്രാഞ്ചിനേക്കാളും ഒരല്പം പ്രാധാന്യം കൂടുതൽ കൊടുക്കേണ്ടി വരും. ബ്രാഞ്ച് നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്നല്ല. ചില കുട്ടികൾ പറയും ഞാൻ കമ്പ്യൂട്ടർ സയൻസിൽ മാത്രമേ പോകുള്ളൂ, ചില പറയും എനിക്ക് ഇലക്ട്രോണിക്സ് ആണ് ഇഷ്ടം അല്ലെങ്കിൽ ഇലക്ട്രിക്കലാണ് ഇഷ്ടം, ചില പറയും എനിക്ക് ഫസ്റ്റ് ഇയർ ബേസിക്സിലെ മെക്കാനിക്സും തെർമോഡൈനാമിക്സും ആണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ മെക്കാനിക്കലിനോ അല്ലെങ്കിൽ കെമിക്കലിനോ ഒക്കെ പോകും, ചില സിവിൽ, അങ്ങനെ കൃത്യമായിട്ട് കുട്ടികൾ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അവർക്ക് അതിന് ന്യായമായിട്ടുള്ള കാരണങ്ങളും ഉണ്ടാവും. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് പ്രോഗ്രാമിങ് ഇഷ്ടപ്പെടുന്ന, പ്രോഗ്രാമിംഗ് നേരത്തെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന, അതിനകത്ത് ഒരുപാട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ അവരതുകൊണ്ടായിരിക്കും അത് പറയുന്നത്. അല്ലാതെ വെറുതെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഡിമാൻഡുണ്ട് എന്ന് കേട്ട് അങ്ങനെ നമ്മൾ പോയിട്ട് കാര്യമില്ല. അപ്പം നമ്മളൊരു കുട്ടിയെ ഇത് പറയുന്നതിന് അവന് കൃത്യമായിട്ട് അവനൊരു വാദഗതി ഉന്നയിക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവണം. എന്തുകൊണ്ടാണ് ഇപ്പോൾ സെക്കൻഡ് ഇയറിൽ എനിക്ക് കറണ്ട് ഇലക്ട്രിസിറ്റിയാണ് ഏറ്റവും ഇഷ്ടമുള്ളത്, കമ്മ്യൂണിക്കേഷൻ താല്പര്യമാണ്, സെമി കണ്ടക്ടർ താല്പര്യമാണ്, അപ്പോൾ ഇങ്ങനെയുള്ള ചാപ്റ്റേഴ്സൊക്കെയാണ് ഞാൻ അത് കൂടുതൽ പഠിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനും ഇലക്ട്രിക്കലും അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ട്രിപ്പിളി ഇങ്ങനെയുള്ള ബ്രാഞ്ചുകളിലേക്കൊക്കെ പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കാം. ഈ വേറെ ചില കുട്ടികളെ സംബന്ധിച്ച് അവർ ചില സബ്ജക്റ്റ് സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ മാത്സ്, ഇക്കണോമിക്സ്, ഫിസിക്സ് ഒക്കെ ഇഷ്ടമുള്ള കുട്ടികൾ അങ്ങനെയൊക്കെ അവർക്ക് പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടാകും. കൂടുതൽ റിസർച്ചിലേക്കൊക്കെ പോകാൻ താല്പര്യമുള്ളവർ. അപ്പോൾ അവരതിനെ പ്രത്യേകിച്ച് എനർജി റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രോഗ്രാമിൽ സസ്റ്റൈനബിലിറ്റിയിലേക്ക് പോകാൻ താല്പര്യം, പിന്നെ ചിലർ എൻവയൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർ കാണും. അപ്പോൾ അങ്ങനെ എന്താണോ താല്പര്യമുള്ളത് അതിനനുസരിച്ച് ഒരു ഡിസിഷൻ പറയുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അപ്പോഴും ശ്രദ്ധിക്കണം അതെവിടെ പഠിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വരുമ്പോൾ എന്താണെങ്കിലും നമ്മൾ കോളേജിന് അല്പം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അതായത് സാറ് പറഞ്ഞത് ട്രെൻഡും നമ്മൾ മനസ്സിലാക്കണം, അതോടൊപ്പം തന്നെ എന്താണോ പാഷൻ അതും തിരിച്ചറിഞ്ഞ് രണ്ടിനും ഒരു ഈക്വൽ പ്രാധാന്യം എന്നുള്ളത് വിദ്യാർത്ഥികൾ തീരുമാനിക്കണം എന്നുള്ളത് നമുക്കറിയാം. കോളേജ് എക്സ്പോഷർ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പഴയതിനും അപ്പുറം. കാരണം പിയർ ഗ്രൂപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. നമ്മളൊരു റാങ്കിങ് സിസ്റ്റം കോളേജുകളെയൊക്കെ സംബന്ധിച്ചെടുക്കുമ്പോൾ അതിന് ടോപ്പ് കോളേജസിൽ വരുന്നത് ഇന്ത്യയിലെ ഏറ്റവും ക്രീമായിട്ടുള്ളവരാണ്. അപ്പോൾ അവരുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ, ആ ഒരു എക്സ്പോഷർ എന്താണെങ്കിലും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മൾ ബ്രാഞ്ച് നോക്കി പോകുമ്പോൾ അവിടെ കിട്ടുന്നില്ല, അതിലും കുറേ താഴേക്കാണ് നമ്മൾ ഇറങ്ങേണ്ടി വരുന്നെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് ക്വാളിറ്റി ലെവൽ കുറയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ അത്രയും നല്ല ഒരു എക്സ്പോഷർ നമുക്ക് അവിടുന്ന് കിട്ടാനുള്ള സാധ്യതയില്ല. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ മെട്രോ സിറ്റീസിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ഒരുപാട് ഓൺട്രപ്രണേഴ്സൊക്കെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്താനുള്ള സാധ്യതയുണ്ട്. ഈ നമുക്ക് അവൈലബിലിറ്റി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ട്രാൻസ്പോർട്ടേഷൻ്റെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സിറ്റികളൊക്കെ നോക്കി വേണം നമ്മൾ കഴിവതും സെലക്ട് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ ദൂരേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ ഫുഡ് കൾച്ചറൊക്കെ ശ്രദ്ധിക്കണം. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരതനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. പിന്നെ നമ്മളൊരു സിറ്റിയിലൊക്കെ ഇറങ്ങിയിട്ട് വീണ്ടും ഒരുപാട് യാത്ര ചെയ്ത് റൂറൽ ആയിട്ടുള്ള ഒരു സ്ഥലത്തൊക്കെയാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ലൊക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനൊക്കെ ഒരു നെഗറ്റീവ് പോയിന്റ് കൊടുക്കുന്നതിനും കുഴപ്പമില്ല. പല രീതിയിൽ അത് നമുക്ക് ബുദ്ധിമുട്ടുകൾ വരാം. അപ്പോൾ പല കാര്യങ്ങൾ ഇങ്ങനെ പരിഗണിച്ച് തീരുമാനങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സാർ, ഇപ്പം ഞാൻ അടുത്തായിട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു NITകളുടെ ഒരു ഓർഡർ എല്ലാവർക്കും അറിയാം.
അല്ലെങ്കിൽ ഒരു ടോപ്പ് IIT എന്ന് പറയുമ്പോൾ കുറച്ച് ഓർഡർ ചെയ്യാം, ടോപ്പ് IIIT എന്ന് പറയുമ്പോൾ ഒരു ഓർഡർ ഉണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഓർഡർ അല്ല, കാരണം എനിക്കൊരു മാന്യമായ ഒരു JEE JEE അഡ്വാൻസ് റാങ്കുകളുണ്ട്. ഈ 3 ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും എനിക്ക് എലിജിബിലിറ്റി ഉണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും ഒരു മിക്സഡ് റാങ്ക്, അതായത് IIT NIT IIIT ഒരു മിക്സഡ് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഒന്ന് പ്ലേസ് ചെയ്യുവാണെങ്കിൽ എങ്ങനെയായിരിക്കും സാറിൻ്റെ ഒരു സജഷൻ? എങ്ങനെയായിരിക്കും ഈ റാങ്കുകളുടെ അടിസ്ഥാനത്തിൽ? അഡ്വാൻസിലും മെയിനും ക്ലിയർ ചെയ്യുന്ന ആളുകൾക്കാണ് ഈ ഒരു ഓപ്ഷൻ കൂടുതലുള്ളത്. ഓപ്ഷൻസ് കൂടുതലുള്ളത്. അപ്പോൾ അവർ മിക്സ് ചെയ്യേണ്ടി വരും, മിക്സ് ചെയ്യാം. മറ്റുള്ളവർ ഇപ്പം മെയിൻ മാത്രമുള്ളവരെ സംബന്ധിച്ച് നമുക്ക് അടുത്തൊരു സെറ്റിൽ നമുക്കത് സ്റ്റാർട്ട് ചെയ്താൽ മതിയാവും. ഇവരെ സംബന്ധിച്ച് നമുക്ക് ആദ്യം തന്നെ IITs ആണ്. IITs വേണമെങ്കിൽ നമുക്കൊരു 4 ഗ്രൂപ്പ് വരെ ആക്കാം. ടയർ 1 ടയർ 2 ടയർ 3 എന്ന് സാധാരണ പറയുന്നത്, നമുക്കതൊരു 4 ഗ്രൂപ്പ് വരെ, കാരണം അതിനിടയ്ക്ക് NITs കുറച്ച് നമുക്ക് പ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ആദ്യത്തെ കുറച്ച് IITs എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് ടയർ 1 ടയർ 2 ടയർ 1ഉം ടയർ 2ഉം നമുക്ക് ഉൾപ്പെടുത്താം. അതായിരിക്കും ടോപ്പ് പ്രയോറിറ്റി. അതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് NIT അതായിരിക്കും ഒരു ലെവൽ വരുന്നത്. പിന്നെ ചില ബ്രാഞ്ചസ്, ഇപ്പോൾ CS പോലെയുള്ള ചില ബ്രാഞ്ചസിൽ കുട്ടികൾ അവിടുന്ന് ടയർ 2വിനിടയ്ക്ക് കയറി ട്രിച്ചിയിലേക്കോ സുർക്കലിലേക്കോ ഒക്കെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് അത് അവരുടെ ആ ബ്രാഞ്ചിലോടുള്ള കൂടുതലുള്ള താല്പര്യം കൊണ്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ബോംബെ IIT നമ്പർ 1 പൊസിഷനിൽ, നമ്പർ 1 ബോംബെ, രണ്ടാമത് ഡൽഹി കൊടുക്കാം, മൂന്നാമത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ മദ്രാസ് പറയും. ആ സമയം നോർത്ത് ഇന്ത്യൻസ് ആണെങ്കിൽ അവർ കാൺപൂർ കൊടുക്കും. കാൺപൂരും മദ്രാസും തമ്മിൽ വലിയൊരു ഡിഫറൻസ് നമുക്ക് പറയാനില്ല. ആ റാങ്ക് കൂടുതൽ അല്ലെങ്കിൽ ടോപ്പേഴ്സ് വരുന്നത് മദ്രാസിലാണ്. മദ്രാസിന് ശേഷമാണ് പൊതുവെ കാൺപൂർ ഫില്ല് ചെയ്ത് പോകുന്നത്. അപ്പം മദ്രാസ് ഉണ്ട്, പിന്നെ കാൺപൂർ, ഖരഗ്പൂർ, ഏറ്റവും പഴയ IIT ഖരഗ്പൂർ, റൂർക്കി, ഗുവാഹട്ടി വരുന്നു, പിന്നെ ഹൈദരാബാദ്. ഇത്ര IIT ആണ് ടയർ 1 എന്നറിയപ്പെടുന്നു. ടയർ 1 കാറ്റഗറി. ഇനി ആ ടയർ 2വിലെ IITs ഈ കൂടെ അടുത്ത ആയിട്ട് തന്നെ നമുക്ക് പറയാം. പിന്നെ വരുന്നത് BHU വാരണാസി, IIT വാരണാസി എന്ന് പറയും, BHU ആണ്. പിന്നെ ഉള്ളത് ഇൻഡോർ, നല്ലൊരു IIT ആണ്, ഇൻഡോർ ഉണ്ട്. പിന്നെ റോപ്പാർ മാണ്ഡി, ഇത് രണ്ടും പറയും. ഗാന്ധിനഗർ, ഇൻഡോർ ഗാന്ധിനഗർ, റോപ്പാർ മാണ്ഡി. പിന്നെ നമുക്ക് പറയാവുന്ന ഒരു IIT ISM ധൻബാദ്, IIT തന്നെയാണ്, ഇന്ത്യൻ സ്കൂൾ ഓഫ് മൈൻസ്, ISM ധൻബാദ്. പിന്നെ ജോധ്പൂർ, പാറ്റ്ന. അപ്പം പിന്നെ ഇത്രയൊക്കെയാണ് നമുക്ക് ആദ്യത്തെ ഒരു ടയർ 2 നമുക്ക് പറയാം. പിന്നെ നമുക്ക് NITs ആണ് പൊതുവേ കുട്ടികൾ. അപ്പം ഇതിനകത്ത് ചിലപ്പോൾ ഇപ്പം പാറ്റ്നയൊക്കെ പോകുന്നവർ ചിലപ്പോൾ കുട്ടികൾ NITയിലേക്ക് കയറുന്നതായിട്ട് കാണുന്നുണ്ട്. NITകൾ വരുമ്പോൾ ട്രിച്ചി, വാറങ്കല്ലോ സുറത്കല്ലോ ഏതായാലും കുഴപ്പമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. കാരണം ട്രിച്ചിയാണ്. രണ്ടാമത്തെ നമുക്ക് നമ്മളെ മലയാളികളെ സംബന്ധിച്ചത് ഏതാണെങ്കിലും വലിയ കുഴപ്പമില്ല. ഒന്ന് കർണാടക, ഒന്ന് തെലങ്കാനയാണ്. അത് തെലങ്കാന ഹൈദരാബാദിൻ്റെ പ്രോക്സിമിറ്റി ഉള്ളതുകൊണ്ട് പ്ലേസ്മെൻറ്റിൽ എഡ്ജ് കാണുന്നുണ്ട്. അപ്പോൾ ഇത് 2 എണ്ണം, അപ്പം 3 എണ്ണമായി. ഇത് 3 ഇവിടെ പ്ലേസ് ചെയ്യാനുള്ളൂ NITസിൽ, ഈ 3 കിട്ടും. അതായത് ട്രിച്ചി, സുറത്കല്ല്, വാറങ്കൽ. വീണ്ടും നമ്മൾ ടയർ 3 IITs, അവിടെയാണ് നമ്മൾ പാലക്കാട് വരും. ടയർ 3 തന്നെ 2 ഗ്രൂപ്പായിട്ട് തിരിക്കുക. ബേബി IITs ആണ്. അതിനകത്ത് ഏറ്റവും നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വന്ന 3 എണ്ണം നമുക്ക് ആദ്യം കൊടുക്കാം. പിന്നീട് കുറച്ച് NITs പ്ലേസ് ചെയ്തിട്ട്, നമ്മുടെ കാലിക്കറ്റ് പോലെയുള്ള NITs പ്ലേസ് ചെയ്തിട്ട് വേണം അടുത്തയിലേക്ക്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന 3 IITs പാലക്കാട്, തിരുപ്പതി, ഗോവ. ഇത് 3. തിരുപ്പതി നല്ല IIT ആണ്, പാലക്കാട് അതുപോലെ തന്നെ ഗോവയും, ഇത് 3 പ്ലേസ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത NIT ഗ്രൂപ്പിലേക്ക് ഇറങ്ങാം. അടുത്ത NIT എന്ന് പറയുമ്പോൾ റൂർക്കേല, കാലിക്കറ്റ്, അലഹബാദ്, ജയ്പൂർ. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു IIIT കൂടെ വേണേൽ കൊടുക്കാം. IIIT അലഹബാദ്, IIIT അതുകൂടെ വേണമെങ്കിൽ ഈ കൂടെ പ്ലേസ് ചെയ്യാം. അതായത് കമ്പ്യൂട്ടർ സയൻസും ഇലക്ട്രോണിക്സ് പോലെയുള്ള IT പോലെയുള്ള ബ്രാഞ്ചുകൾ ഇഷ്ടമുള്ള ആണെങ്കിൽ മാത്രം ഇത് അലഹബാദ് പ്ലേസ് ചെയ്യാം. വീണ്ടും നമ്മൾ അപ്പോൾ അതൊരു ഗ്രൂപ്പായിട്ട് കണക്കാക്കും. ഇനി ഒരു 3 IIT കൂടെ അവിടെ ഉണ്ട്. ബിലായി ഉണ്ട്, ജമ്മു, ധർവാദൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ബെറ്ററായി വരുന്നുണ്ട്, ബാംഗ്ലൂർ അല്ലേ, ധർവാദ്. അപ്പോൾ ഈ 3 IIT കൂടെ അതിനകത്ത് ജമ്മു ആണ് ഏറ്റവും താഴെ നമുക്ക് പ്ലേസ് ചെയ്യാവുന്നത്. നമ്മൾ വലിയ താല്പര്യം പല കാരണങ്ങൾ കൊണ്ടും കൊടുക്കാറില്ല, പക്ഷേ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ IITകളിൽ ഒന്നായിട്ടാണ് ഇത് പലപ്പോഴും പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് IITs അതിനകത്ത് തീർന്നു. ടയർ 1 ടയർ 2 NITs വന്നു. ഇനി വീണ്ടും കുറേ NITs ആണ് നമുക്കവിടെ പറയാൻ പറ്റും. NITs നാഗ്പൂർ വരാം, സൂററ്റ് ഉണ്ട്, ഭോപ്പാലുണ്ട്, ജംഷഡ്പൂർ ഉണ്ട്, ജലന്ധർ ഉണ്ട്. അപ്പോൾ ഒരു 4-5
NITs നമ്മൾ പ്ലേസ് ചെയ്തല്ലോ. ഇനി വേണമെങ്കിൽ 1-2 NIT കൂടെ ചെയ്യാം. ഹമീർപൂറോ ദുർഗാപൂറോ, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് IIITs വരാനുണ്ട്. ഒരു 2 GFTAകൾ നമുക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ശ്രദ്ധിക്കുന്നതിന് കുഴപ്പമില്ല, താല്പര്യമുണ്ടെങ്കിൽ. ഒന്ന് ബിറ്റ് മെസ്ര റാഞ്ചി, നല്ലൊരു GFTA ആണ്. പിന്നെ പറയാവുന്ന പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജ് PEC, പഴയ ഒരു പൈനിയർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, പേരൊക്കെ. അത് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അത് നമുക്ക് 2 GFT കാറ്റഗറി വരുന്നത്. ഇനി നമുക്ക് IIITs കുറച്ച് ഒരു 3-2 ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. ഒന്ന് നമ്മുടെ ഗ്വാളിയർ, അടൽ ബിഹാരി വാജ്പേയി IIIT, ഗ്വാളിയർ നല്ല IIIT ആണ്. പിന്നെ ജബൽപൂർ, ഗുവാഹട്ടി, ലക്നൗ, 3-4 IIITs പ്ലേസ് ചെയ്യാം. വീണ്ടും കുറച്ച് NITs, നമ്മുടെ ഡൽഹി NIT ഉണ്ട്, ഗോവ NIT ഉണ്ട്. പിന്നെ നമുക്ക് ഹമീർപൂർ അല്ലെങ്കിൽ സിൽച്ചർ, അങ്ങനെ കുറച്ച് NITs അവിടെ പ്ലേസ് ചെയ്യാം. വീണ്ടും IIITs അടുത്ത അതിനിടയ്ക്ക് IIEST, നമ്മുടെ ഒരു GFTA ആണ്. GFTA അതൊരു സെപ്പറേറ്റ് സാധാരണ പ്ലേസ് ചെയ്യാറുള്ളത്, IIEST. പിന്നെ ഉള്ളത് NITs ഏകദേശമായി. ഇനിയുള്ള NITs കൂടുതലും നോർത്ത് ഈസ്റ്റ് ആണ്. നോർത്ത് ഈസ്റ്റ് നമുക്ക് അഗർത്തല ആണ് വലിയ ഏറ്റവും ബെസ്റ്റ് അതിനകത്തുള്ളതിൽ. അതിന് ബാക്കിയുള്ള NITs, അതായത് നോർത്ത് ഈസ്റ്റിലെ ബാക്കി NITs ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് IIITs നമുക്ക് കുറേ IIITs ഉണ്ടല്ലോ. നമ്മുടെ ഭോപ്പാലുണ്ട്, വഡോദരയുണ്ട്, സോണപ്പെട്ടുണ്ട്, പൂനെ നല്ല IIIT ആണ്. പൂനെയുണ്ട്, ട്രിച്ചിയുണ്ട്, ദെൻ ശ്രീ സിറ്റി ഉണ്ട്, ദെൻ കോട്ടയം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഓർഡറിൽ IIIT. പിന്നെ ഇതിനിടയ്ക്ക് 2 GFTA കൂടെ കൊടുക്കാം. JNU ഉണ്ട്, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി. നമുക്കറിയാം രണ്ടും ഹിസ്റ്റോറിക്കലായിട്ടുള്ള 2. അതുകൊണ്ട് അത് 2ഉം വേണമെങ്കിൽ പ്ലേസ് ചെയ്യാം. പിന്നെ ബാക്കി താഴേക്ക് വരുമ്പോൾ ഇനിയിപ്പോൾ IIITs ഏകദേശം തീരാറായി. പിന്നെ ഉള്ളത് GFTAs ആണ്. അപ്പോൾ ഈ ഒരു ഓർഡറിലാണ് നമുക്കൊരു ഏകദേശം ഈ അഡ്വാൻസിനും മെയിനും എല്ലാം ഒരുപോലെ ക്ലിയർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ച്. സാറേ, പക്ഷേ ഞാനൊരു കാര്യം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കും. മലയാളികളുടെ ട്രെൻഡ് എങ്ങനെയാണ് അത്? ഇതാണ് ശരിക്കും അതിൻ്റെ ഒരു എക്സാക്ട് സിറ്റുവേഷൻ. പക്ഷേ മലയാളികൾ ഫോളോ ചെയ്യുന്ന ഈ ഒരു പാത്താണോ, അതൊരു ചെറിയൊരു ഡീവിയേഷൻ പലപ്പോഴും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചേഞ്ചസ് വല്ലതും ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിനോട് പ്രയോറിറ്റി എന്നുള്ള രീതിയിൽ സാർ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ടോപ്പ് IIT വരുമ്പോൾ ആദ്യത്തെ ഞാൻ പറഞ്ഞല്ലോ, ചിലര് ഗുവാഹട്ടിക്ക് പകരം ഹൈദരാബാദ്, ഗുവാഹട്ടി കിട്ടുന്നതിലും അല്പം കൂടി തൊട്ട് താഴത്തെ റാങ്കിനാണ് ഹൈദരാബാദ് കിട്ടുന്നത്. അതുകൊണ്ട് ഗുവാഹട്ടി വിട്ടിട്ട് ഹൈദരാബാദ്. പക്ഷേ ഗുവാഹട്ടി വളരെ സുന്ദരമായൊരു IIT ആണ്, നല്ല പ്ലേസ്മെന്റും ഒക്കെ ഉണ്ട്. ഹൈദരാബാദ് മെട്രോ സിറ്റി ആണെന്നുള്ളത് ശരിയാണ്. പക്ഷേ കുറച്ചുകൂടെ അധികം എമർജിംഗ് ആയിട്ട് IIT ആണ് ഹൈദരാബാദ്. ആദ്യത്തെ IITsന്റെ കാര്യത്തിലൊക്കെ കൺഫ്യൂഷൻ വേണ്ട, ആ ഓർഡർ തന്നെയാണ്. അതെ. പിന്നെ പലപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ഈ 3 NITs, കാരണം ഇതെല്ലാം സൗത്തിലാണ്. നമ്മൾ ആദ്യം പറഞ്ഞ NITs 3ഉം സൗത്തിലായതുകൊണ്ട് വാറങ്കൽ, സൂറത്ത്, കലിയോലേക്ക് വരുമ്പം അത് ഓപ്റ്റ് ചെയ്യുന്നതായിട്ട്. പിന്നെ ഇപ്പം ബ്രാഞ്ച് നോക്കാൻ തുടങ്ങി. ഈ ടോപ്പ് IITകളിൽ കുട്ടികൾ CS കിട്ടുന്നില്ല എങ്കിൽ അവിടെ ഉടനെ ഇലക്ട്രിക്കലിലേക്ക് തിരിയുന്നതായിട്ട് കാണാം. ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടത് കോർ ബ്രാഞ്ചസിന് വലിയ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ബ്രാഞ്ചുകൾ ഇപ്പോൾ CS കിട്ടുന്നില്ലെങ്കിൽ ഇപ്പോൾ CS ഉണ്ട്, ഉടനെ തന്നെ AI, AI ഉണ്ട്, പിന്നെ AI ഡാറ്റാ സയൻസ് ഉണ്ടാവും. പിന്നെ വരാവുന്നത് തൊട്ട് താഴെ MNC, മാത്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ്, മാത്സ് ആൻഡ് സയൻറ്റിഫിക് കമ്പ്യൂട്ടിംഗ് ഉണ്ടാവും. അതൊക്കെ ഏറ്റവും കുട്ടികൾ ഓപ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളത്. IITകളിലും ടോപ്പ് NITസിലും അത് ഓപ്റ്റ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. നമ്മൾ പറയാറുണ്ട് കമ്പ്യൂട്ടർ സയൻസിന് ഒരു സാധ്യത കുറയുന്നു എന്നുള്ള പറയുമ്പോഴും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുകളായതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് നല്ല പ്ലേസ്മെൻറ്റുകൾ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇത് കഴിയുമ്പോഴാണ് നമ്മുടെ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ബ്രാഞ്ചുകൾ വരും. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വരും, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വരും, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വരും. ഇതിൻ്റെയൊക്കെ ഒരു 4 ഇയർ, ചിലടത്ത് ഡ്യുവലുണ്ട്, 5 ഇയർ പ്രോഗ്രാം. 4 ഇയർ സെലക്ട് ചെയ്തിട്ട് 5 ഇയറിലേക്ക് കൂടുതൽ പലപ്പോഴും 4 ഇയറിനാണ് കൂടുതൽ. ഈ ഒരു ഇതിന് ശേഷമാണ് മെക്കാനിക്കൽ വരുന്നത്. അപ്പോൾ തന്നെ എക്കണോമിക്സ്, BS എക്കണോമിക്സ് കുറച്ചുകൂടി ഡിമാൻഡിങ് ആണ് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ. കാരണം ഫിൻടെക് കമ്പനികളിലാണ് ഇപ്പോൾ IITന്ന് പ്ലേസ്ഡ് ആകുന്ന ഹെൽത്ത് കെയറിലും കൺസൾട്ടൻസിയിലും ഫിൻടെക്കിലും ഒക്കെയാണ്. അപ്പോൾ എക്കണോമിക്സ് വരുന്നുണ്ട്. പിന്നെ മെക്കാനിക്കൽ, ഇതിൻ്റെ കൂടെ തന്നെ കെമിക്കലും എയറോസ്പേസും വരാറ്. എയറോസ്പേസ് ടോപ്പ് IITസിലാണ് ഉള്ളത്.
IIT മദ്രാസിലൊക്കെ. അതുകൊണ്ട് എയറോസ്പേസ് കാണാറുണ്ട്, ആ ഒരു ഓർഡറിൽ കുട്ടികൾ സെലക്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ കെമിക്കൽ വരുന്നുണ്ട്, പിന്നെ മെക്കാനിക്കലിൻ്റെ, പിന്നെ സിവിൽ IIT-കളെ സംബന്ധിച്ച് നല്ല ബ്രാഞ്ചാണ്, ഡിമാൻഡിങ് ബ്രാഞ്ചാണ് സിവിൽ പറയാം. പിന്നെ മെക്കാനിക്കലിൻ്റെ ബാക്കി അതിൻ്റെ സബ്സെറ്റുകൾ എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷൻ വരും, ഇൻഡസ്ട്രിയൽ വരും, മാനുഫാക്ചർ വരും, പിന്നെ മെറ്റലർജി വരും, മെറ്റീരിയൽ സയൻസ് വരും. എൻവയോൺമെൻറ്റിൽ അല്പം ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. പിന്നെ ടെക്സ്റ്റൈൽ, പിന്നെ എനർജി റിലേറ്റഡ് ആയിട്ട് ഉള്ളത് ബയോ എഞ്ചിനീയറിംഗ്, ബയോ മെഡിക്കൽ എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി അങ്ങനെയുള്ളതൊക്കെ. പിന്നെ അതിനുശേഷമാണ് നമ്മുടെ ഓഷ്യൻ എഞ്ചിനീയറിങ് ഒക്കെ വരുന്നത്, ദെൻ മൈനിങ്. അപ്പോൾ അങ്ങനെയുള്ള റെയർ ആയിട്ടുള്ള ബ്രാഞ്ചുകളിലേക്ക് ആ ഒരു ഓർഡറാണ് നമുക്ക് കുട്ടികൾ പൊതുവെ സ്വീകരിച്ച് കാണുന്നത്. അതിനകത്ത് കോറിന് കൂടുതൽ ഇമ്പോർട്ടൻസ്. കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് എല്ലാം കോറിനാണെന്ന് തന്നെ പറയാൻ പറ്റും. അതായത് ചുരുക്കി പറഞ്ഞാൽ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കമ്പ്യൂട്ടർ സയൻസ് ആണ് ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂട്ട് കുറയുവാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വേണം നിർബന്ധമില്ല, സയൻസ് വേണമെന്നില്ല. കുറച്ചുകൂടെ ബെറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ കോർ ബ്രാഞ്ചുകൾ കിട്ടുമെങ്കിൽ, കോർ ബ്രാഞ്ചുകൾ ആണ് ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. കാരണം അത് തന്നെയല്ല, ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇലക്ട്രോണിക്സ് മേഖല വലിയ സാധ്യതയാണ് കാണുന്നത്. കഴിഞ്ഞ 2020 ഡിസംബറിലാന്ന് തോന്നുന്നു 1.6 lakh crores അത്രയും ലാക്ക് ക്രോർസാണ് 10 സ്ഥലങ്ങളിലാണ് നമ്മൾ പുതുതായിട്ട് സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി വരുന്നത്, 6 സ്റ്റേറ്റുകളിലായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണെങ്കിലും ഉണ്ടാവും ഇൻഡസ്ട്രിയിൽ. ഈ കുട്ടികൾ പഠിച്ചിറങ്ങുമ്പോൾ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി ഈ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് മാത്രം പോരാ, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സും വേണം, സിവിൽ എഞ്ചിനീയേഴ്സും വേണം. ഇപ്പം നമ്മൾ വിചാരിക്കും സെമി കണ്ടക്ടർ എന്ന് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇത് ഇലക്ട്രോണിക്സ് മേഖലയിൽ മാത്രമാണ്. ഈ ബ്രാഞ്ചുകളെല്ലാം, അതായത് ചുരുക്കി പറഞ്ഞ കോർ ബ്രാഞ്ചസ് എന്ന് നമുക്ക് ജനറലായിട്ട് തന്നെ പറയാം. അതിനകത്ത് അല്പം ഇലക്ട്രിക്കൽ വരുമെന്ന് മാത്രം. മെക്കാനിക്കലും സിവിലും ഒക്കെ അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ബ്രാഞ്ചുകൾ തന്നെയാണ്. സാർ, ഇപ്പോൾ നമ്മൾ ഇത് പറഞ്ഞപ്പം ഒരു IIST ട്രിവാൻഡ്രത്തെ നമുക്ക് എവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും? നമ്മൾ പ്രാധാന്യം കൊടുത്തത് IITയും NITയും IIIT ആണ്. ഇതിൽ GFTയുടെ ഒരു കാറ്റഗറിയിൽ ഇച്ചിരി മാറി നിൽക്കുന്ന പ്രോഗ്രാമുകളുമായിട്ടൊരു വെറൈറ്റി എന്ന് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നത് IIST ട്രിവാൻഡ്രമാണ്. എവിടെ ആയിരിക്കും ഈ ഒരു IIST ട്രിവാൻഡ്രത്തിന്റെ പൊസിഷനിങ്? സാർ, JEE അഡ്വാൻസ്ഡ് ക്വാളിഫൈഡ് ആണ് വരുന്നത്. IIST നമുക്ക് 4 പ്രോഗ്രാംസ് ആയിട്ടുണ്ട്. 3 ബിടെക് പ്രോഗ്രാമും ഒരു ബിടെക് MTech ഓർ MSc പ്രോഗ്രാം വന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എയറോസ്പേസ് താല്പര്യമുള്ള കുട്ടികൾ, അവരെ സംബന്ധിച്ച് അവർ ആ ടോപ്പ് IITക്ക് ശേഷം ഇത് ഓപ്റ്റ് ചെയ്താൽ മതിയാവും. 7ാമത്തെ IITകൾക്ക് ശേഷം ടോപ്പ് എയറോസ്പേസ് ഉള്ള IITകൾ കുറവാണ്. എല്ലാ IITയിലും ഹൈദരാബാദും ഗുവാഹട്ടിയൊന്നും ഇല്ല. അപ്പോൾ ആ IITകൾക്ക് ശേഷം എയറോസ്പേസ് ഇഷ്ടമാണെങ്കിൽ IIST ഓപ്റ്റ് ചെയ്യാം. പിന്നെ ISROയിൽ ഒക്കെ ജോലി ചെയ്യണം, പൊതുമേഖലയിലൊക്കെ താല്പര്യമുണ്ട് ഒന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എയറോസ്പേസ് അല്ലെങ്കിൽ ഏവിയോണിക്സ് തിരഞ്ഞെടുക്കാം, നോക്കാം. ഏവിയേഷൻ ഇലക്ട്രോണിക്സ് ആണ്, ഏവിയോണിക്സ് നോക്കാം. ഇനി ഒരു റിസർച്ച് ഹയർ സ്റ്റഡീസും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും MTech MSc അതിന് സ്പെഷ്യലൈസേഷനൊക്കെ ഉണ്ട്, എലക്ടീവ്സൊക്കെ ഉണ്ട്, സോളിഡ് സ്റ്റേറ്റും ആസ്ട്രോഫിസിക്സും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അതും ചൂസ് ചെയ്യാം. നമുക്ക് ഇതൊരു യുണീക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. നമുക്കൊരു ട്രെൻഡ് അനുസരിച്ച് നമുക്ക് അവരെ പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ നമുക്ക് പ്ലേസ് ചെയ്യത്തില്ല. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ് എന്നുള്ളതനുസരിച്ച് അതിനുള്ള ഒരു ക്വാളിറ്റി ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. നമ്മുടെ ടയർ 2 ശേഷം അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ ടെക്നിക്കൽ തന്നെയല്ല, ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെയാണ്. അപ്പോൾ അതിനുള്ള രീതിയിലുള്ള ഗ്രോത്ത് എല്ലാം IITകളിലുണ്ട്. ഇതൊരു യുണീക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് അത് വേറൊരു ആസ്പെക്റ്റിൽ കൂടെ അത് കണ്ടുകൊണ്ട് ചെയ്യാന്നുള്ളൂ. സാർ, ഇപ്പോൾ ഒരു കാര്യം കൂടെ, ഇപ്പോൾ നമ്മൾ എല്ലാ IITകളെ കുറിച്ചും NIT, IIIT, പല GFTയെ കുറിച്ചും പറഞ്ഞു. ഒരു ഫീസിൻ്റെ സ്ട്രക്ചറൂടെ ഒന്ന് വിലയിരുത്തുവാണെങ്കിൽ, ഒരു പക്ഷേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ ഒരു പക്ഷേ ഫീസിനെ കുറിച്ച് ഐഡിയ ഇല്ല എങ്കിൽ അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെ നമുക്ക് ഫീസിനെ കുറിച്ച് പറയാൻ പറ്റും? IITകളിൽ നമുക്ക് ചെറിയ വ്യത്യാസങ്ങൾ തമ്മിൽ ഉണ്ടാവും. ഒരു 2.5 lakhs പെർ ഇയർ നമുക്ക് പറയാം. NIT ആകുമ്പോൾ ഏകദേശം അതിൻ്റെ പകുതി, ഒരു 1.3, 1.25 lakhs പെർ ഇയർ വരുന്നത്. പക്ഷേ IIITകളിൽ അത് MHRDയുടെ കീഴിൽ IIITകളിൽ ഫീസ് കുറവാണ്, അല്ലെങ്കിൽ ഒരു 4 ലക്ഷം രൂപ ഒക്കെ വരെ കാണുന്നുണ്ട്. MHRDയുടെ ഉള്ളത് അല്ലെങ്കിൽ, അതായത് ഒരു VITക്ക് ഇക്വലന്റ് ആയ ഫീസിലേക്ക് IITകളിൽ ഫീസ് കൂടുതലുണ്ടെന്നുള്ളവർക്ക്. GFTകളിലും ഒരു വേരിയബിൾ, ഇപ്പം നമ്മുടെ ബിറ്റ് മെസ്രയിലൊക്കെ നല്ല ഫീസുണ്ട്. അപ്പം വേരിയബിൾ ഫീസ് സ്ട്രക്ചറാണ് അവിടെ കാണുന്നത്. അപ്പോൾ IIT NIT ആണ് നമുക്കൊരു കൃത്യമായിട്ട് ഈ ഒരു റേഞ്ചിൽ തന്നെ പറയുന്നത്. IIT 2 കാറ്റഗറി ഉള്ളതുകൊണ്ട് അവിടെ ഫീസ് സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ട്. ഏകദേശം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് മീൻസ് ഉണ്ട്. ഇപ്പോൾ IIT NIT ഒക്കെ ആണെങ്കിൽ ബിലോ 1 lakhs
ആണ് അവരുടെ ആനുവൽ ഇൻകമെങ്കിൽ വിത്തൗട്ട് ഓക്കെ ഫീ വേവിയർ ഉണ്ട് 100%. 100%. 5 ലക്ഷം താഴെയാണെങ്കിൽ 1/3 അങ്ങനെയൊക്കെ ഉണ്ട്. സർ, ജെയ്മെയിൻ ക്ലിയർ ചെയ്ത എഞ്ചിനീയറിംഗ് ആസ്പിരൻ്റ് ആയിട്ടുള്ള വിദ്യാർത്ഥികളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഇനി ഈ ഒരു കാറ്റഗറി അല്ലാതെ ഒരു സബ് കാറ്റഗറി ഞാൻ വിലയിരുത്താൻ ആഗ്രഹിക്കുകയാണ്. അതായത് നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളാണ്, അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന നീറ്റിനാണ്. പക്ഷേ റീനീറ്റ് വന്നു, എക്സാമിനേഷൻ നടക്കാനുണ്ട്, പ്രൊസീജിയേഴ്സ് എല്ലാം ലേറ്റ് ആവുന്ന ഒരു സിറ്റുവേഷനാണ്. അവർക്ക് സ്വാഭാവികമായിട്ടും റാങ്ക് അറിഞ്ഞതിന് ശേഷം ജെയ്ക്ക് അപ്ലൈ ചെയ്യാന്നുള്ളൊരു പോസിബിലിറ്റി ഇല്ല. അപ്പം ഇതേ സമയത്ത് തന്നെ അവരും ഈ പറയുന്ന എല്ലാ പ്രൊസീജിയറും ചെയ്ത് ജെയ്ക്കും അപ്ലൈ ചെയ്യേണ്ട സാഹചര്യമാണ്. എന്തായിരിക്കണം അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ജെയ് അലോട്ട്മെന്റ് പ്രോസസ്സിനെയും ചോയ്സിനെയും കുറിച്ച് സാറിന് പറയാനുള്ളത്? ഒരു കൂടുതലും ജെയ് മെയിൻ ആയിരിക്കാം. ഒരു 96, 97, 98, 99 ഈ ഒരു പെർസെൻറ്റേജിലാകാം ഒരു പക്ഷേ. ജെയ് മെയിൻ വെച്ച് നമുക്ക് അത്യാവശ്യം നല്ല NIT-യിൽ ഓപ്ഷൻ നമുക്ക് കൊടുത്ത് നേടാവുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും സേഫ് ഓപ്ഷൻ ആണ്. നമ്മൾ ഏതായാലും ഇതിനൊരു വലിയ എക്സാം എഴുതാൻ പോകുന്ന ഒരു എക്സാമാണ്. ഓക്കെ. അപ്പോൾ എഴുതാൻ പോകുന്ന എക്സാം ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു സേഫ്റ്റി സെക്കൻഡ് ഓപ്ഷൻ എന്തുകൊണ്ട് നല്ലതാണ്, B ഉണ്ടായിരിക്കും നല്ലതാണ്. ഓപ്ഷൻ A നീറ്റ് ആയിക്കോട്ടെ. അപ്പം ഈ ഒരു സാധ്യത എൻജിനീയറിംഗ് സ്റ്റുഡൻസും മനസ്സിലാക്കണം. അതായത് കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് മാത്രം നോക്കിക്കൊണ്ട് ഓപ്ഷൻസ് സെറ്റ് ചെയ്യല്ലേ. ഓക്കെ. ഓപ്ഷൻ സെറ്റ് ചെയ്യുമ്പം കുറേയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നമ്മൾ ഓർഡറിൻ്റെ കാര്യത്തിൽ. ഓക്കെ. വെറുതെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് മാത്രം നോക്കിക്കൊണ്ട് കഴിഞ്ഞ വർഷം നീറ്റ് സ്റ്റുഡൻസ് കിട്ടുന്ന ഉറപ്പുള്ളവരൊന്നും ഒരുപക്ഷെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലാവരും അപ്ലൈ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. കുറച്ച് മുൻകരുതലുകൾ എടുത്ത് വേണം അവർ ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ കുറേ സേഫ്റ്റി ഓപ്ഷൻസ് ഉണ്ടായിരിക്കണം. ലോജിക്കലായിട്ട് ചെയ്യുന്നതിനപ്പുറം കുറച്ച് സേഫ് ആയിട്ടുള്ള കുറേ ഓപ്ഷൻസ് കൂടെ കൊടുത്തുകൊണ്ട് വേണം അത് സെറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ അവരും ചെയ്യുക. കിട്ടുന്നത് എടുക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. കാരണം നമുക്ക് ഇപ്പോൾ നീറ്റ് പഠിച്ച ഒരു കുട്ടി ഈ ഫിസിക്സ് കെമിസ്ട്രി അത്രയും സ്കോർ വരുന്നതുകൊണ്ടാണ്. ഓക്കെ. അത്രയും സ്കോർ വരുന്ന ഫിസിക്സിന് നല്ല സ്കോറും ഒക്കെ വരുന്നുണ്ടെങ്കിൽ അവന് തീർച്ചയായിട്ടും മാത്സിന് നല്ലൊരു ബാക്കപ്പ് ഉള്ളതുകൊണ്ടാണ് ഇത്രയും സ്കോർ ഉയർന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വഴി പോയാലും തെറ്റൊന്നുമില്ല എന്ന് തന്നെ നമുക്ക് പറയാം. 2026 ജെയ് മെയിൻ, ജെയ് അഡ്വാൻസ്ഡ് എക്സാമുകൾ എഴുതിയ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആകുന്ന ഇൻഫർമേഷൻസ് ആണ് ജോബി സാർ നമ്മോട് പങ്കുവച്ചത്. നിങ്ങളെല്ലാവരും കൃത്യമായി ഈ ഒരു ഡീറ്റെയിൽസ് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു വർഷത്തെ പ്രത്യേക സാഹചര്യവും എല്ലാം വിലയിരുത്തുക. ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ജോസ വെബ്സൈറ്റിലെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിനും പ്രാധാന്യം കൊടുക്കുക. അതോടൊപ്പം നിങ്ങൾ ഒരു കാര്യം കൂടെ ഓർക്കുക, ജെയ് അഡ്വാൻസിൻ്റെയും ജെയ് മെയിൻ്റെയും റാങ്കുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള വിവിധ പ്രോഗ്രാമുകളും ഇൻസ്റ്റിറ്റ്യൂഷനുകളെയും എളുപ്പത്തിൽ വിലയിരുത്താൻ സഹായിക്കുന്ന പ്രെഡിക്റ്റർ ആപ്ലിക്കേഷൻ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതിൻ്റെ ലിങ്ക് ഞങ്ങളിവിടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. സർ, ഈ ഒരു സെക്ഷൻ വളരെ യൂസ്ഫുൾ ആയിരുന്നു. വിദ്യാർത്ഥികൾക്ക് അവരുടെ ടെൻഷൻസ് ഒക്കെ മാറ്റി കൃത്യമായ രീതിയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും എന്ന് ഞങ്ങൾ കരുതുന്നു. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. Brilliant Study Center, India's #1 coaching center for NEET and JEE.